എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ ആളുകൾക്കും എത്രയും പെട്ടെന്ന് കാര്യം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ കൊടുത്ത ആ നിമിഷം തന്നെ ഭക്ഷണം മുൻപിൽ വരണം എന്നുള്ള ചിന്താഗതി കാരണമാണ്. എല്ലാ പൊരുത്തം നോക്കി വിവാഹം കഴിച്ചു വരും. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ പോയി വിവാഹം കഴിച്ചു വരും. നമ്മുടെ സിനിമാ മേഖലയിൽ ഉള്ളവരെ എടുത്തു നോക്കി അറിയാം. ഒക്കെ ഡിവോഴ്സായിട്ട് 2-3 വിവാഹത്തിൽ പോയിട്ടുണ്ട്. അല്ല, ചെറിയമ്മ ആരോ വിളിച്ചുകൊണ്ട് പോയിട്ട് ബോഡിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അച്ഛൻ്റെ ബോഡി കാണിച്ചു. ഈ കുഞ്ഞിന് അതിന് ശേഷം ഭയങ്കര ടെൻഷനായി. ഒരാൾ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ ആ വാക്കുകൾ അയാളെ കൂടുതൽ ആൾട്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കട്ട് ചെയ്യാം. ഇതിനൊരു കോഡ് കട്ടിങ് എന്നാ പറയാം. സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൂച്ച അവിടെ വരികയാണ്. അപ്പൊ ഈ പൂച്ചയ്ക്ക് സൗണ്ടില്ല, വായ പൊളിക്കുന്നുണ്ട്, സൗണ്ടില്ല, കരയുന്നുണ്ട് പക്ഷെ ശബ്ദമില്ല, സൗണ്ടില്ല. ഈ പട്ടി എന്താണോ കാണിച്ചത് അത് തന്നെ. പട്ടി കുരയ്ക്കുന്നുണ്ട്, ശബ്ദമില്ല. അപ്പോൾ നമുക്ക് അകാരണമായി ഉണ്ടാകുന്ന ഭയം, ചില സ്വപ്നങ്ങൾ കണ്ട് ഭയക്കുന്നു, ചില രൂപങ്ങളെ കണ്ട് ഭയക്കുന്നു, ചില മരണങ്ങൾ പോലും നമ്മൾ ഭയക്കുന്നുണ്ട്. നമ്മളെ മുന്നിൽ ചിലപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ അത് ട്രോമയായിട്ടൊക്കെ മാറുന്നൊരവസ്ഥയുണ്ട്. ഇതിനൊക്കെ എത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിക്കാനായിട്ട് ഈ അങ്ങയുടെ റേക്കിക്കൊക്കെ എത്രത്തോളം സാധിക്കുന്നു? തീർച്ചയായിട്ടും ഇത് ഒത്തിരി ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും കാണാതെ പോകുന്ന ചില സംഗതികളുണ്ട്. അതിലാണ് നമ്മൾ അതിൻ്റെ ഇതിൽ ഞാൻ പറയാൻ കാരണം, ഈ പണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ട് ഭയത്തിൻ്റെ വന്ന കാരണം, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത കാരണവർ വന്നിട്ട് ഭസ്മമൊക്കെ ഇട്ട് പെട്ടെന്ന് വെള്ളമൊക്കെ തളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് നമുക്ക് മാറും. ഒരു ഹീലിംഗ് ആയിരുന്നു. പക്ഷേ അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു കാരണവരോ ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ ആളുകൾക്കും എത്രയും പെട്ടെന്ന് കാര്യം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ കൊടുത്ത ആ നിമിഷം തന്നെ ഭക്ഷണം മുൻപിൽ വരണം എന്നുള്ള ചിന്താഗതി കാരണമാണ്. അല്ലേ? അത് ഉണ്ടാക്കാനുള്ള ഒരു സാവകാശം ചൂടോടെ ലഭിക്കുകയും ചെയ്യണം, നല്ല ഫുഡും കിട്ടണം. അതിനുള്ള സാവകാശം ആളുകൾക്കില്ല. എല്ലാവർക്കും പെട്ടെന്ന് ധൃതിയാണ്, സ്പീഡപ്പ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളും കാലഘട്ടത്തിന്റെ അനുസരിച്ച് നമ്മളും ഒരു മാറ്റം കൊണ്ടുവരണമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട്, നമ്മൾ അധികം കാത്തിരിക്കാതെ, നിങ്ങൾക്ക് ആ ഒരു ഭയമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഭയം നമുക്ക് പലതരത്തിലുള്ള ഭയമുണ്ട്. ഞാനതിനെ പറയുന്ന ഭയം എന്ന് പറഞ്ഞാൽ, ഭയം നമുക്ക് നമ്മുടെ ലൈഫിനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം കുറ്റബോധം, പാപബോധം, അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള മുറിപ്പെടുത്തലുകൾ, നഷ്ടബോധം, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം ഈ ഭയത്തിൽ നിന്ന് വരുന്നതാണ്. എല്ലാം ഭയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഭയം നമ്മൾ കൊണ്ടുവന്നെ കുട്ടികളിലുണ്ടാവും. പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അത് ടീച്ചർ ചിലപ്പോൾ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അടുത്ത ആ ടീച്ചറെ കാണുമ്പോൾ പിന്നെ പോകാനായിട്ട് ഭയം. അച്ഛൻ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും ശിക്ഷിക്കുന്നത്. അവരെ കാണുമ്പോൾ തന്നെ മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറയും, പേടിച്ചിട്ട്. അല്ലേ? അതുപോലെ ഇപ്പോൾ സുഹൃത്തുക്കളുണ്ടാവും. അല്ലേ? നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് പേടിയാ. കാരണം അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവന്മാർ ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുമോ, അങ്ങനെയൊക്കെ ഉണ്ട്. പല രീതിയിൽ ഭയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസർ എന്തെങ്കിലും പറഞ്ഞാൽ ഭയം, ജോലി കിട്ടിയ ഭയം, ജോലി കിട്ടാതിരുന്നാൽ പ്രശ്നം, അല്ലേ? വിവാഹം കഴിക്കാൻ ഭയം, വിവാഹം കഴിച്ചവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നം കേട്ടിട്ട് അത് നമുക്ക് എത്രയും പെട്ടെന്ന്, എത്രയും ഷോർട്ടായിട്ട്, ഒരു പക്ഷേ ചിലപ്പോൾ അന്ന് തന്നെ അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അന്ന് ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് അതിൻ്റെ ആഴനുസരിച്ചിട്ട് ചിലപ്പോൾ 1, 2, 3 ഹീലിംഗ് സെക്ഷൻ ചിലപ്പോൾ എടുക്കേണ്ട വന്നേക്കാം. ചിലപ്പോൾ ഒരു 7 days, മാക്സിമം 7 days ഹീലിംഗ്. അതിലേക്കൊന്നും പോകണ്ട. ചിലപ്പോൾ 1 day തന്നെ അത് നമുക്ക് അത് മാറ്റാനായിട്ട് സാധിക്കും. ഇത് ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുന്ന, ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ കാണാനില്ലാതെ, അപ്പോൾ അത് അവസാനം മരണം, അതിൻ്റെ ബോഡിയാണ് കിട്ടിയത്. അപ്പോൾ 3 ദിവസം കൊണ്ട് ടൂറ് പോയി. അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ആ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ അവസാന വീഡിയോ ഒന്നും വേണ്ട, ഒരു സെൽഫി എടുത്ത വീഡിയോ ആണ്. ഒരു പെൺകുട്ടിയാണ് സെൽഫി എടുത്ത വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ സുഹൃത്തുക്കൾ കൂടെയുണ്ട്. ആരോ പിടിച്ചോണ്ട് പോയി എന്നൊക്കെയാണ് പത്രമാധ്യമങ്ങളിൽ വന്നത്. കാണാനില്ല എന്നുണ്ടെങ്കിൽ ആരോ പിടിച്ചോണ്ട് പോയി എന്നുള്ളത്. പിന്നെ 2-3 ദിവസം കൊണ്ട് അന്വേഷണത്തിന് ശേഷം ബോഡി കിട്ടുകയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സുഹൃത്തുക്കൾക്കുണ്ടാകുന്നൊരു ട്രോമയുണ്ട്.
എന്നെ കൂടെ കളിച്ച് ചിരിച്ച് തീർച്ചയായിട്ടും ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാനും അത്യാവശ്യം അതെന്തോ അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വരും. എനിക്കും നാളെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പറ്റി, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്കും ആ ട്രോമ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും പറ്റി എനിക്കും ആ ട്രോമയിലേക്ക് ട്രോമയിലേക്ക് പോയാൽ അത് വലിയൊരു മുറിവാണ്. കാരണം എന്താ പറയുക, ഇവരെ കൂടെ അവരുമായിട്ട് അടുപ്പം, അവരുമായിട്ട് എത്രമാത്രം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ അതിനനുസരിച്ചിട്ട് അവരെ പ്രശ്നങ്ങൾ ബാധിക്കാം. ഇതൊരു നമ്മൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. എൻ്റെ കുറച്ച് ആളുകളൊക്കെ ആണെങ്കിലും കുറച്ച് കുട്ടികളും അല്ലാത്ത മുതിർന്നവരൊക്കെ ആയിട്ടാണ് പല ആളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അവർ 10-40 വർഷമായിട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. 40 വർഷമായിട്ട് ഒരു പ്രശ്നം ബുദ്ധിമുട്ടിച്ച്, എന്തിനേറെ പറയുന്നു, ഒരു വർഷങ്ങൾക്ക് മുമ്പ് 10-50 വയസ്സ് 55 വയസ്സ് മുമ്പ് അവർക്ക് ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രശ്നം അലട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നം വരെ അതിപ്രസരമായിട്ട് ആത്മഹത്യാ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തി ആ പ്രശ്നമായിട്ട് എപ്പോൾ നോക്കുമ്പോഴും കിണറ്റി ചാടണം, പാൻ കെട്ടി തൂങ്ങി ചാവണം, വാഹനത്തിന് വട്ടം ചാടണം എന്നൊക്കെ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു അവസ്ഥ. ഇപ്പോൾ ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് അവർ കൂളായിട്ട് ഇരിക്കുക. അതുപോലെ കുറേ ഉണ്ട്. പല ഞാനത് പറഞ്ഞിട്ടുണ്ടത്. ഈ ജാതകത്തിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരും, ജാതകത്തിൽ എഴുതി വെക്കുന്നത്. പക്ഷെ അങ്ങനെ എഴുതി വെക്കുന്നത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. പ്രശ്നം അതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയാം. ജാതകത്തിൽ എഴുതി വെച്ചത് അത് നോക്കി വിവാഹം കഴിക്കാതെ ഇരിക്കുന്നവരുണ്ട്. ജാതകത്തിൽ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആവും. ഇത് ഞാൻ ആരെയും തെറ്റ് പറയല്ല, അത് ചോദ്യം ചെയ്യല്ല കേട്ടോ. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുന്നു, പൊരുത്തം നോക്കി വിവാഹം കഴിച്ചവർ, അല്ലെങ്കിൽ എല്ലാ പൊരുത്തം നോക്കി വിവാഹം കഴിച്ചവരും, വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ പോയി വിവാഹം കഴിച്ചവരും, നമ്മുടെ സിനിമാ മേഖലയിൽ എടുത്തു നോക്കിയാൽ അറിയാം, ഒക്കെ ഡിവോഴ്സായിട്ട് 2-3 വിവാഹത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജാതകം നോക്കിയും പൊരുത്തം നോക്കിയും വേണമെങ്കിൽ അവർ സക്സസ് ആയിട്ട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? എത്ര പേര് ഫെയിലിയർ ആയിട്ടുണ്ട്, എത്ര പേര് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ എഴുതി വെക്കലല്ല വേണ്ടത്. നമ്മൾ ഒരു വാക്കുകൊണ്ട് പറയുന്നതും എഴുതി വെക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു രേഖ പോലെ ഇരിക്കുക. അത് കൂടെ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ റിസൾട്ട് കൂടുതലാണ്. എഴുതി വെക്കുമ്പോൾ റിസൾട്ട് കൂടുതലാണ്. നമ്മൾ പറയുന്നത് പോലെയല്ല. പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പറയുമ്പോൾ നമ്മൾ ഒരേ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല ചിന്തകളും നമ്മൾക്ക് കയറി വരും. എഴുതി വെക്കുമ്പോൾ നമ്മുടെ കൈകളിലൂടെ നമ്മൾ ഈ എനർജി നമ്മളുടെ ചിന്തയിലൂടെ നമ്മുടെ ഹാർട്ടിലൂടെ ഇത് പാസ് ചെയ്ത് നമ്മുടെ കൈത്തുമ്പിലൂടെ വന്നിട്ടാണ് അതവിടെ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എഴുതി വെച്ച രേഖ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ പ്രമാണങ്ങളൊക്കെ അങ്ങനെയല്ലേ, എഴുതി വെക്കപ്പെടുന്ന പ്രമാണത്തിന് വിലയുള്ളത് അല്ലേ? അപ്പോൾ ഇത് കൂടെ നോക്കുമ്പോൾ, ഇവൻ ഇത് കൂടെ എടുത്ത് വായിക്കുമ്പോൾ അതിലേക്കുള്ള പ്രചോദനമാണ് കൂടുതൽ ടെൻഡൻസിയാണ് അവർക്ക് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ജാതകം അല്ലെങ്കിൽ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും അവരതിനെ പോസിറ്റീവായിട്ട് എഴുതാനാണ് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടത്. പലരും വിവാഹം, എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ആളുകൾ 10, 60, 70 വയസ്സായ ആളുകൾ വിവാഹം കഴിക്കാതെ ഭാര്യ മരിച്ചു പോകും. കുട്ടികൾ ചിലപ്പോൾ അവർക്ക് കണ്ണില്ലാത്തവരും കാലില്ലാത്തവർക്കായിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞ് അതിൽ വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭയം, അതൊരു ഭയമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സുഹൃത്തുക്കളുടെ വിയോഗങ്ങളൊക്കെ നമ്മളെ ഒരുപാട് അലട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ്? അവരൊന്നും വേണ്ട, അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറയും, ഇതൊക്കെ ഒരുപാട് ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലൊക്കെ പോകുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും അവരുടെ ജോലിയെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, കിടപ്പിനെ ബാധിക്കും, നടപ്പിനെ ബാധിക്കും, ആ ഊർജ്ജസ്വലത, തേജസ് എല്ലാം നഷ്ടപ്പെടും ഇത്തരക്കാർ. ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരാണ് പറയേണ്ടത്. എങ്കിലും ഞാൻ പറയാം, 1-2 മരണം സംഭവിച്ചിട്ട് തൂങ്ങി മരണം കണ്ട ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. അവർ എന്നോട് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ അതേ 45 വർഷത്തെ എന്തോ പഴക്കമുണ്ട്, അതിന് 45 വർഷം പഴക്കമുണ്ട്. അതായത് കുഞ്ഞായിരിക്കും 3, 4, 5 വയസ്സുള്ളപ്പോൾ അവരെ പെട്ടെന്ന് അച്ഛനോ ചെറിയമ്മ ആരോ വിളിച്ചുകൊണ്ട് പോയിട്ട് ബോഡിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അച്ഛൻ്റെ ബോഡി കാണിച്ചു. ഈ കുഞ്ഞിനത് ശേഷം ഭയങ്കര ടെൻഷനായി, ആ ഒരു മരണഭയം. അപ്പോൾ ഈ വെള്ള വസ്ത്രം ധരിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം മരണം അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു എന്നറിയുമ്പോൾ തന്നെ ഇതാണ് ഇവർക്ക് പെട്ടെന്ന് വരിക. അപ്പോൾ ഈ ടെൻഷൻ കൊണ്ട് വർഷങ്ങളോളം അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. അവർ പറയുന്നത് അത് ആ അവസ്ഥ പറയാൻ പറ്റില്ല എന്ന് പറയണേ. എന്തായാലും വിളിച്ചു. അപ്പോൾ ഇതിനകത്തൊരു സംഗതിയുണ്ട്. ഇതിനകത്ത് ഞാൻ പറയും,
7 പ്രാവശ്യം വരെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അതിന് നെഗറ്റീവ് മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ആ നെഗറ്റീവായിട്ടുള്ള ആ മൈൻഡിൽ ആ തോട്ട്സിനെ, ആ ചിന്ത അവരിലേക്ക് കടന്നു വരുന്ന ആ രൂപത്തെ എന്തായിക്കോട്ടെ, രൂപമോ ഭാവമോ വാക്കുകളോ എന്തായിക്കോട്ടെ, എന്റെ ആ രൂപങ്ങളൊക്കെ എന്റെ മുന്നിൽ വന്ന് അതെന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു വാക്കുകളായാലും മതി. ഒരാൾ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ ആ വാക്കുകൾ അയാളെ കൂടുതൽ അലട്ടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കട്ട് ചെയ്യാം. ഇതിനൊരു കോഡ് കട്ടിങ് എന്നാ പറയാ, ആ നെഗറ്റീവ് കോഡ് കട്ടിങ്. അപ്പൊ അതിനെ നമ്മൾ എടുത്ത് കളയണം, എന്നേക്കുമായിട്ട് അവരിൽ നിന്നും എടുത്ത് കളയുക. അപ്പൊ ഇത് നമ്മൾക്ക് തന്നെ, എനിക്കൊരു വിധിയുണ്ട്. ഇതെല്ലാം എനിക്ക് ഈ പരബ്രഹ്മ ചൈതന്യ ക്രിയയൊക്കെ ഞാൻ അഭ്യസിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ സംഗതി ആട്ടോ ഇതെല്ലാം. അതായത് നീ ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഈ സിദ്ധമൂലിക, നമ്മുടെ ഈ ആയുർവേദത്തിലും അല്ലെങ്കിൽ ഇന്ന് മെഡിസിൻസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം നമ്മുടെ ഈ ഈ ഒന്നും അറിയില്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ, ആ എത്രയോ പൂർവികരായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയ ഔഷധങ്ങളാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇതേപോലെ ഒരു ഉൾവിളിയിലൂടെ, ഒരു ചിന്തയിലൂടെയാണ് അവർക്ക് കിട്ടിയത്. അതുപോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കളയാം, അതിനെ കട്ട് ചെയ്ത് ഓർമ്മയിൽ നിന്ന്, അവരുടെ ഓർമ്മയിൽ നിന്ന്. അപ്പൊ അതിനെനിക്കൊരു വിധി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചില ആളുകൾ ചോദിക്കും ഒറ്റ പ്രാവശ്യം കൊണ്ട് മതിയോന്ന്. ഞാൻ പറയും എനിക്കുള്ള വിധി 7 പ്രാവശ്യം കട്ട് ചെയ്യാം. ഒരു പ്രശ്നത്തെ കട്ട് ചെയ്യാൻ 7 പ്രാവശ്യം എനിക്ക് ഉപയോഗിക്കാം. ആ ഹീലിംഗ് ടെക്നിക്കും അതിനകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം 7 പ്രാവശ്യം വരെ. പക്ഷേ എനിക്ക് ഇതുവരെ 4 എണ്ണത്തിൽ കൂടുതൽ ഒരു പ്രശ്നത്തിനെ കട്ട് ചെയ്യാൻ 4 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നിട്ടില്ല. അതായത് 7ലേക്ക് പോകേണ്ട വന്നിട്ടില്ല. ഒരു 95% ആളുകൾക്കും ഒറ്റ പ്രാവശ്യം കൊണ്ട് പോകും. ഒറ്റ പ്രാവശ്യം കൊണ്ട് പോകും. പിന്നെ അവർക്ക് ചിന്തയിൽ, പിന്നെ അവർക്ക് അത് കാണാൻ പോലും പറ്റില്ല. അല്ല, അവർക്ക് ഇതൊന്നും ഓർമ്മ വരില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ. ഞാനതിനെ കട്ട് ചെയ്താലും ആ വ്യക്തിയെ കാണുമ്പോൾ ഇവർക്കൊരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു ഭയമാണെന്നിരിക്കട്ടെ. ആ വ്യക്തിയെ കാണുമ്പോൾ, ചില കുട്ടികളെ കാണും, എനിക്ക് ഭൂതത്തെ കാണുമ്പോൾ പേടി, കടുവയെ കാണുമ്പോൾ പേടി എന്ന് പറഞ്ഞ പോലെ, ഇവർക്ക് ഒരു വ്യക്തിയിൽ നിന്ന് വന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും അയാളെ കാണുമ്പോൾ ഒരു പറയലോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എങ്കിൽ ഇവർക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു ഫീലിംഗും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ചില നഷ്ടബോധങ്ങൾ, കുറ്റബോധങ്ങൾ. നമ്മൾ തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് അത് മിസ്സായി പോയി, പിന്നെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ മരിക്കുക, ചിലപ്പോൾ അച്ഛനും അമ്മേരെ കയ്യിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ട്രോമ അവരുടെ ജീവിതകാലം മൊത്തം ഉണ്ടാവും, അവരുടെ മരണം വരെ ഉണ്ടാവും. അത് ഇതിൽ കുറ്റബോധം, പാപബോധം, നഷ്ടബോധം, ഈ 3 എണ്ണം വരും ചില സംഗതികളിൽ. ഇപ്പോൾ ഒരു നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സംഗതിയാണ്, ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. നമ്മളിലൂടെ ഒരു ജീവനാണ്, നമ്മളാണ് കാരണം എന്നുള്ള നമ്മളിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് വന്നു പോയ ഒരു തെറ്റുകൊണ്ട്, ഒരു സംഭവം കൊണ്ട് അങ്ങനെ ഒരു ഇതാണ് വന്നെങ്കിൽ അതൊരു പാപബോധമായിട്ട് വരാം, കുറ്റബോധമായിട്ട് വരാം, അല്ലേ? അങ്ങനെ സംഭവിച്ചല്ലോ, അതും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതേ ക്രിയ ഉപയോഗിക്കാം. ഇതേ ക്രിയ ഉപയോഗിച്ചിട്ട് എന്തും, ഈ പാപബോധമായാലും നഷ്ടബോധമായാലും കുറ്റബോധമായാലും എന്താണോ അവരുടെ ആവശ്യം, ആ ആവശ്യം പറയുമ്പോൾ ആ ആവശ്യത്തിനാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെ ഒരു കർമ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ? ഇത് കർമ്മയായിട്ട് ബന്ധപ്പെടുത്താന്ന് പറയുമ്പോൾ കർമ്മ എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു കുഞ്ഞിനെ, അവരുടെ അമ്മ, ആ മാതാവിൽ നിന്നൊരു കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് വഴുതി താഴെ ചാടി അത് മരണപ്പെട്ടു. അതൊരു കർമ്മദോഷം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നമുക്ക് ഇത് കർമ്മമാണ്, അയാൾ കർമ്മ ബാധിച്ചതാണ് എന്നൊക്കെ പറയും. കർമ്മ ബാധിച്ചെന്ന് പറയുമ്പോൾ, കർമ്മ ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ടെത്തണം, അത് കർമ്മയുടെ ആണോ. ചിലർക്കുണ്ട്. ഞാൻ തന്നെ ഒരു വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ, അപ്പോൾ ആ വീട്ടിൽ വാടകയ്ക്ക് ഒരു റൂം അന്വേഷിച്ചിട്ട് എനിക്കല്ല എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഏറ്റവും ഒരു പഴയ ഓട് ഇട്ട വളഞ്ഞമ്പലത്താണ് സൈഡ്. വളഞ്ഞമ്പലം ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, വളഞ്ഞമ്പലമാണ്, അമ്പലത്തിൻ്റെ ഒക്കെ കുറച്ച് ഫ്രണ്ടിലായിട്ട്. ആ ഭാഗത്ത് അവിടെ ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു പട്ടി വരികയാണ്. പക്ഷെ ഈ പട്ടിക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ, കുരയ്ക്കുകയാണോ, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭയന്ന് എന്തായാലും അകത്ത് കടന്നു. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് കടന്നു വന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ റൂം വാടകയ്ക്ക് അന്വേഷിച്ച് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഈ വ്യക്തി എന്നിട്ട് ഇപ്പുറത്തെ വീട്ടിൽ ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ ഒരാൾ വന്ന്, അയാൾ കൈകൊണ്ട് ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു.
അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ മുറിയിലേക്ക് പോയി ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇവർ തമ്മിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഇവർ സംസാരിക്കുന്നില്ല, പരസ്പരം സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ റൂം കാണിച്ചു തന്നു, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ആ റേറ്റും കാര്യങ്ങളാണ്, ചെറിയ വാടകയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അപ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മകള് വന്നു. മകള് വന്നപ്പോൾ മകളും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ശരി റൂമൊക്കെ ഞങ്ങൾ കയറി കണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൂച്ച അവിടെ വരികയാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്ക് സൗണ്ടില്ല, വായ പൊളിക്കുന്നുണ്ട്, സൗണ്ടില്ല, കരയുന്നുണ്ട് പക്ഷെ ശബ്ദമില്ല, സൗണ്ടില്ല. ഈ പട്ടി എന്താണോ കാണിച്ചത് അത് തന്നെ, പട്ടി കുരയ്ക്കുന്നുണ്ട്, ശബ്ദമില്ല. അപ്പോൾ ഇയാള് വർഷങ്ങളായിട്ട് ഈ വ്യക്തി അവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷെ അപ്പം എനിക്ക് തോന്നിയില്ല. അപ്പം ഞങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല, ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, എൻ്റെ സുഹൃത്തും കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന വ്യക്തി പറഞ്ഞു, ഈ പട്ടിയും പൂച്ചയൊക്കെ വന്നു കയറിയതാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവർ ഭാര്യ എന്ന് പറഞ്ഞത് എന്തായാലും അന്യ ഒരു സ്ത്രീയാണല്ലോ. ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർ സംസാരിക്കാത്ത ഒരു സ്ത്രീയെ, അവർക്കൊരു മകളുണ്ടായി, ഒരു മകളെ ഉള്ളെന്ന് പറഞ്ഞു. ആ മകള് സംസാരിക്കുന്നില്ല. അവരുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയ ഒരു നായയും ഒരു പൂച്ചയും സംസാരിക്കുന്നില്ല. അന്ന് ഞാനിത് ഓർമ്മയിൽ വെച്ചു, കാരണം എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ അന്നൊരു ഇതൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഇത് കാലക്രമേണ ഞാൻ വളർന്ന് ഞാൻ ഈ റേക്കിയൊക്കെ പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് കർമ്മ. ഇതാണ് കർമ്മ. എന്തുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില വീടുകളിൽ അവർക്ക് ഇഷ്ടം പോലെ ഭൂസ്വത്തുക്കളുണ്ടാവാം. ആ ഭൂസ്വത്ത് ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ യോഗ്യമല്ലാത്ത ആളുകൾ കിടന്ന കിടപ്പിൽ കിടക്കുന്നുണ്ട്, അച്ഛനും അമ്മയും ഇങ്ങനെ. അതിനെ നോക്കി മക്കള് 3-4 മക്കളുള്ള, എനിക്ക് പെരിന്തൽമണ്ണയിൽ തന്നെ വിളിച്ച ഒരാളുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വയസ്സായി കഴിഞ്ഞപ്പോൾ 55 വയസ്സായി. ഞാൻ ചോദിച്ചു, നല്ല രീതിയിൽ ആത്മീയങ്ങളിലൊക്കെ പരിചയപ്പെട്ട, ആത്മീയതയിലൊക്കെ നല്ല ഇതുള്ള ആളാണ്. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, അച്ഛനെയും അമ്മയും നോക്കി ഇരിക്കുകയാണ്. ഒരു സഹോദരിയുണ്ട്, സഹോദരൻ. പക്ഷെ ഇതൊക്കെ മാറ്റാൻ പറ്റും ഇതിലൂടെ. ഇത് കർമ്മദോഷത്തെ ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല. കർമ്മഫലം, കർമ്മദോഷം അത് അനുഭവിച്ച് തന്നെ തീരണം. ഞാൻ അതെന്നെ പറയും, മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കർമ്മദോഷത്തിൻ്റെ ഈ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ കർമ്മദോഷം ഈ പാരമ്പര്യമായിട്ട് വരുന്നുണ്ടാവും ഇല്ലേ, ജന്മ കർമ്മഫലം. നമ്മുടെ സുഹൃതം, ചില ആളുകൾ പറയാൻ നമ്മൾ നല്ല രീതിയിൽ അവൻ സുഹൃതം ചെയ്തവനാ എന്ന് പറയും അല്ലേ, പേര് കെട്ടവനാ. അതായത് സത്കർമ്മം ചെയ്തുകൊണ്ടാണ് അവന് സുഹൃതം എന്ന് പറയുന്നത്, സുഹൃതം ചെയ്തവനാണെന്ന് പറയുന്നതിൻ്റെ കാരണം. അവൻ ദുഷ്കർമ്മം ചെയ്തുകൊണ്ടാണ് അവന് ദുഷ്ടനാണെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ കർമ്മഫലത്തെ നമ്മൾ അതാണ് എന്ന് പറയുമ്പോൾ ഇനിയും അത് നമ്മുടെ പാരമ്പര്യത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അതിന് സത്കർമ്മത്തിലൂടെ നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് കുറച്ച് നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഒറ്റ കാര്യം ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. തലവര, നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയും. തലയിൽ എഴുത്തെന്ന് പറയുന്നത് തലയിൽ രേഖയുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും ഇതുപോലും ഈ വിധിയെ പോലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾ വിശപ്പിന് വേണ്ടി പറഞ്ഞ് കരയാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ആഹാരം നിങ്ങൾക്ക് കഴിക്കണം അല്ലേ, ഭക്ഷണം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. പക്ഷെ ഡെയിലി നിങ്ങളുടെ പ്രശ്നം ഇതാണ്, എന്നും ഭക്ഷണം, അതിനുവേണ്ടി നിങ്ങൾ യാചിച്ച് നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ, നിങ്ങൾ ഈ ഗാർഡിയൻ്റെ രൂപത്തിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വിത്തുകൾ തരികയാണ്. അപ്പോൾ ഈ വിത്തുകൾ പറയുകയാണ്, ഞാൻ ഗ്രന്ഥിയോട് പറയുകയാണ്, ഈ വിത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മണ്ണിൽ വിതയ്ക്കൂ, എന്നിട്ട് വിളവെടുക്കൂ. ആ വിളവെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കൂ, വിത്തായിട്ട് അടുത്ത ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കൂ, ബാക്കിയുള്ളത് നിങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കൂ. നിങ്ങളെന്താ ചെയ്യുന്നത്? അതാണ് അവിടെ ദൈവം വരുന്നത്, മനസ്സിലുണ്ടോ? നിങ്ങൾ അപ്പോഴത്തെ വിശപ്പടക്കാൻ വേണ്ടി ഈ വിത്തുമണികൾ എന്ത് ചെയ്യും? പ്രിപ്പറേഷൻ ചെയ്ത് നിങ്ങൾ ആഹാരമാക്കും. നിങ്ങളുടെ അവിടെ നാളത്തേക്കില്ല. അപ്പം ഇത് പലർക്കും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കിട്ടുന്നതിന് ഇന്ന് അങ്ങ് തീർക്കുകയാണ് അടിച്ചു പൊളിച്ച്, മനസ്സിലാവുണ്ടോ? പക്ഷേ എന്നിട്ട് നാളേക്ക് വേണ്ടി നമ്മൾ യാചിക്കുന്ന മനുഷ്യരായിട്ട് മാറി. ഈ ചിന്താഗതി നമ്മൾ മാറ്റിയാൽ നമ്മൾക്ക് സ്വരൂപിക്കാൻ സാധിക്കണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ ജീവിക്കുക, മനസ്സിലാവുണ്ടോ? പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കുക. നമ്മുടെ ഫ്യൂച്ചറും പാസ്റ്റും നമ്മൾ ശ്രദ്ധ കൊടുക്കരുത് അധികം. അപ്പോൾ പറയും ഈ വിത്ത്
തന്നത് പ്രസന്റ് ലൈഫിൽ നമുക്ക് കഴിക്കാനല്ലേ എന്ന്. അതെ അതെ. പക്ഷെ അവിടെ ഭാവി വരുന്നുണ്ട്. പ്രസന്റ് ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തു വേണം പോകാനായിട്ട്. അവിടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പ്രസന്റ് ലൈഫിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിയതിന് ഉപയോഗപ്പെടുത്തിയ പോലെ തന്നെ. പക്ഷേ ഇത് അപ്പോൾ കിട്ടിയ ഇതിനെ കൊണ്ട് വിശപ്പടക്കുന്ന ഒരു സിസ്റ്റം അല്ലത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ബാങ്ക് ഒരു ഡെപ്പോസിറ്റ് വേണം, നമ്മൾക്കൊരു കൃഷിയിടം വേണം, അത് വിറ്റഴിക്കാതെ കുറച്ച് ഭൂമിയാണെങ്കിലും നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ്. മിക്കവരും ചിന്തിക്കുക അതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് വിറ്റഴിച്ച് ബംഗ്ലാവ് പണിയാന്നാണ്. അതാ പണിത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇൻകം തിരിച്ചു വരുമോ? അത് ഡെഡ് മണിയാണത്. പക്ഷെ നമുക്ക് അങ്ങനെ പണിയുന്നതിൻ്റെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ജീവിക്കാൻ മുന്നോട്ടുള്ള ഒരു സ്രോതസ്സ് നമുക്ക് വേണം.